അപ്പോൾ ഇന്ന് നമ്മുടെ കിണർ വൃത്തിയാക്കാനുള്ള ആദ്യത്തെ പടിയായിട്ട് അതിൻ്റെ അടപ്പൊക്കെ വലയൊക്കെ മാറ്റിയെല്ലാം റെഡിയാക്കിയിട്ടിട്ടുണ്ട്. ഇനി വലിയ മോട്ടർ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഒത്തിരി വെള്ളമുണ്ട് കേട്ടോ, കണ്ടോ, ഒത്തിരി വെള്ളമുണ്ട്. ഇതെല്ലാം അടിച്ച് പറ്റിച്ചിട്ട് വേണം. എല്ലാ വർഷവും വൃത്തിയാക്കുന്നതുകൊണ്ട് നമുക്കങ്ങനെ ചെയ്യാതിരിക്കാൻ പറ്റില്ല. മഴയൊക്കെ പെയ്തുകൊണ്ട് തിരിച്ച് വെള്ളം വരും എന്നുള്ള പ്രതീക്ഷയാണ്. അതുകൊണ്ട് ഇന്നലെ ടാങ്കൊക്കെ കഴുകി വൃത്തിയാക്കി. ഇന്നിപ്പം കിണറൊക്കെ വൃത്തിയാക്കാനായിട്ട് വളരെ കഷ്ടപ്പെട്ടാട്ടോ. ഇത് നമ്മുടെ മോട്ടറല്ല, നമ്മുടെ ചെറിയതാണ്. ഇനി ഇത് എത്ര മണിക്കൂർ അടിക്കേണ്ടി വരും പറ്റാൻ? 2 മണിക്കൂർ കൊണ്ടാവുമോ? അപ്പോൾ കിണർ തേകാനായിട്ട് വെള്ളം കണ്ടോ, വലിയ മോട്ടർ കൊണ്ടുവന്നിട്ട് അടിച്ച് പറ്റിക്കുക. ഇങ്ങനെ ഒരു 2 മണിക്കൂർ മേലെ പറ്റിച്ചാലേ നമ്മുടെ കിണറ്റിലെ വെള്ളം പറ്റുള്ളൂ കേട്ടോ. ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് വെള്ളത്തിന് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. സുഖമാണോ? അതിൻ്റെ ഉള്ളിൽ നല്ല എ സി അല്ലേ? ആ, എൻ്റെ ഉള്ളിൽ ചൂടായിരിക്കും, എനിക്കറിയാം. അതെ അല്ലേ? എല്ലാവരുടെയും വിചാരം കിണറിൻ്റെ ഉള്ളിൽ എ സി ആണ് അല്ലേ? അതെ, പക്ഷെ അനുഭവസ്ഥൻ കഥ പറയുന്നുണ്ട്. ഇതൊരു വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ആളാണ്, പക്ഷെ ഇപ്പം ഇറങ്ങാൻ പറ്റുന്നില്ല. എത്ര കിണർ കുത്തിയതല്ലേ? ആര്? അതെല്ലേ? അപ്പൊ അങ്ങനെ നിർത്തി വെച്ചാൽ മരപ്പ് കൂടൂടാ. നിർത്തി വെച്ചാൽ മരപ്പ് കൂടും. നമ്മള് വെറുതെ ഇരിക്കുമ്പോ അസുഖം കൂടെ കൂടും. ആ, അതെ, 16 ആയോന്ന് ആർക്കറിയാം. അതെ, ശരീരം പറയുന്നുണ്ട്. അതെ, അതെ, മനസ്സ് ആർക്കും വയസ്സാവൂല്ലോ കേട്ടോ. ആർക്കും. എനിക്ക് വയസ്സായിരുന്നു യാതൊരു. എനിക്ക് വയസ്സൊന്നും ആയില്ലല്ലോ. അതെ, അല്ലേലും ഒരാളുടെ നിനക്ക് തോന്നുന്നുണ്ടോ നിനക്ക് ഇത്ര പ്രായം? പെണ്ണുങ്ങളെ ആണുങ്ങളും പറയില്ല. ഇല്ലെന്നേ, അത് നമ്മുടെ മനസ്സിൽ എന്തായാലും ഇല്ല. ശരീരത്തിന് മാത്രമേ വയസ്സാവുള്ളൂ. മനസ്സ് വയസ്സായി പോയി. അപ്പേക്ക് ആ, ഇത് പെട്ടെന്ന് നിങ്ങൾ വളർന്നു കയറും അല്ലേ? ഒരു വളവും വേണ്ട ഇതിന് വളരാനായിട്ട്. പക്ഷെ കാണാൻ നല്ല ഭംഗിയുള്ളൊരു കാടാ അല്ലേ? കാടെല്ലാം വൃത്തിയാക്കി ഇതാ അടിച്ച് കഴുകുക സൂപ്പറായിട്ട്. ഇപ്പോൾ നമ്മുടെ കിണറിൻ്റെ അവസ്ഥ കണ്ടോ, സൂപ്പറായിട്ടുണ്ട്. കണ്ടോ, നല്ല ക്ലീനായി കണ്ടോ. അങ്ങനെ നല്ല ഉറവയൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്. ഇതാ ഉറവയൊക്കെ ഉണ്ട്. എല്ലാ വർഷവും ഇതേപോലെ ക്ലീനാക്കാറുണ്ട്. വീണ്ടും ഈ സമയമൊക്കെ ആകുമ്പോഴത്തേനും നല്ല കാട് പിടിക്കും. അപ്പോൾ ഈ വർഷം അങ്ങനെ ടാങ്കും ക്ലീനായി, നമ്മുടെ കുടിവെള്ളവും ക്ലീനായി. നമുക്ക് മനസ്സിന് ഭയങ്കര സന്തോഷം തരുന്നൊരു കാര്യമാണ്. വെള്ളം നമുക്ക് ഏറ്റവും പ്രധാനമാണ്. വായു, വെള്ളം ഏറ്റവും പ്രധാനപ്പെട്ടത്. അപ്പം ശുദ്ധജലം കിട്ടുക എന്നുള്ളത് ഒരു ഭാഗ്യം. ഒരു ഭാഗ്യമുണ്ട്. കിണറൊക്കെ ഇതാ നല്ല പണിയെടുത്തവർ. ഇനി അടുത്ത് കുളിയെല്ലാം കഴിഞ്ഞ് നമുക്ക് ഭക്ഷണമൊക്കെ കഴിച്ച് ചൂടിന് നല്ല അടിപൊളി ഇത് ആകാശമണി പൈനാപ്പിൾ ലെമൺ അല്ലേ? പൈനാപ്പിൾ ലെമൺ. അപ്പോൾ വെയിൽ കൊണ്ട് നിൽക്കുന്നവർക്ക് കൊടുക്കാം, നമുക്കെല്ലാവർക്കും കുടിക്കാം. അപ്പം നമ്മുടെ കിണറിൻ്റെ ക്ലീനിങ് എല്ലാം കഴിഞ്ഞ് നല്ല ഉറവയൊക്കെ വന്ന് നല്ല സൂപ്പർ വെള്ളമൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ വലയൊക്കെ മേടിച്ച് പുതിയതിട്ട് നമ്മുടെ കിണറിനെ സെറ്റാക്കി കേട്ടോ. നമ്മുടെ കുടിവെള്ളം നല്ല
സൂപ്പറായിട്ട് ആകുമ്പോൾ നമുക്ക് നല്ല മനസ്സിന് സന്തോഷമുണ്ട് കേട്ടോ. നല്ല വെള്ളം കിട്ടുക എന്ന് പറഞ്ഞാൽ മഹാഭാഗ്യമാണ്. എന്തായാലും ആ ഒരു ഭാഗ്യം നമുക്ക് ഇന്ന് വരെയുണ്ട്.